ഏറ്റവും ടോപ്പിന് വരുന്നത് GTX GT ലൈൻ ഓട്ടോമാറ്റിക് വരുന്ന ഡീസൽ വാഗൺ. GT ലൈൻ ഓട്ടോമാറ്റിക് ഡീസൽ വണ്ടിയാണ്. MG ഹെക്ടർ പ്ലസ് ഉണ്ട്, ഹെക്ടർ ഉണ്ട്, ആസ്റ്റർ ഉണ്ട്, അതേപോലെ ജീപ്പ് ഉണ്ട്, കോമ്പസ് ഉണ്ട്, പിന്നെ ഗ്ലോസ്റ്റർ ഉണ്ട്, വെറൈറ്റി ഉണ്ടല്ലോ. സിട്രോൺ ഉണ്ട്, പോളോ ഉണ്ട്, പിന്നെ ക്രിസ്റ്റ ഉണ്ട്, ഫോർച്യൂണർ ഉണ്ട്, എല്ലാം കൂടെ കാണിക്കാൻ പറ്റില്ല. Q3 ഉണ്ട്, F4 ഉണ്ട്, അതേപോലെ തന്നെ കൂപ്പർ ഉണ്ട്. ഒരുപാട് സെഗ്മെന്റ്സ് വണ്ടികളുണ്ട് നമ്മുടെ സ്റ്റോക്കിൽ, ഒരുപാട് വണ്ടികളുണ്ട്. പക്ഷെ അതിന്റെ മാർക്കറ്റ് റോക്സിനെ വില ഇപ്പൊ 30 ലക്ഷം റുപ്യാണ് പുതിയ ഫുൾ ഓപ്ഷൻ റോക്സിന് വരുന്നത്. അപ്പൊ പ്രൈസ് ആളുകളന്ന് ധാരണ എന്താ വെച്ചാൽ റോക്സിന് 15 ലക്ഷം അങ്ങനെയായിരുന്നു കമന്റ്. ഇപ്പൊ ആളുകൾ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് റോക്സ് ഫുൾ ഓപ്ഷൻ വണ്ടിക്ക് ഇപ്പൊ 30 ലക്ഷം റുപ്യ അറൗണ്ട് വരാതെ മനസ്സിലായപ്പോ റീ വണ്ടിയല്ല, കേരള വണ്ടി മാത്രമേ ഉള്ളൂ. എത്ര കൊടുക്കാം? നമുക്ക് 11,95,000 രൂപ കൊടുക്കാം. 2000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 2 മാസം പഴക്കമുള്ള വണ്ടി. ഇതിന്റെ ബാറ്ററി വാറണ്ടി എത്ര കൊടുക്കുന്നത്? 8 വർഷമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 8 വർഷം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഒരു ഗിവ് അവേ ഒക്കെ കൊടുത്തിങ്ങനെ ഷമീർക്ക നമുക്ക് വേണ്ടി അടുത്ത വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഗിവ് അവേ കിട്ടിയത് കൊല്ലം സ്വദേശി നിയാസ്. ഒരു വെൻഡോ ഓട്ടോമാറ്റിക് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂടുതൽ ഗിവ് അവേ ഞങ്ങൾ ഇനി പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയും നമ്മൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് അടുത്ത ലെവലിലേക്ക് പോവുകയാണെങ്കിൽ ഇതിലും നല്ല അടിപൊളി ഗിവ് അവകൾ നമ്മൾ ഈ വർഷവും അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സപ്പോർട്ട്, എല്ലാവരുടെയും സപ്പോർട്ട് കൊടുക്കണം. ഷമീസ് കാസറാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ മാങ്കാവ് തിരുവണ്ണൂർ ഭാരത് പമ്പിൻ്റെ തൊട്ട് ചാരിയാണ് ഷമീസ് കാസ് ലൊക്കേഷൻ. ഓക്കെ, ഷമീർക്ക് ഇന്നത്തെ എല്ലാ സെഗ്മെന്റും ഉണ്ടോ? ഇന്ന് നമുക്കൊരു ലക്ഷറിയിലേക്ക് പോകാതെ ഒരു പ്രീമിയം സെമി പ്രീമിയം വണ്ടികൾ കൂടുതലായിട്ട് കാണിക്കാം. ഇതിൽ തന്നെ EV ഉണ്ട് തോന്നുന്നു. EV ഒരു 3 EV ഉണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. എന്താണെന്നറിയോ, നിങ്ങളിപ്പോൾ കാണിക്കുന്ന വണ്ടികൾ ഓൾമോസ്റ്റ് എല്ലാം മാന്യമായ വിലയായിരിക്കും. നമ്മൾ മുന്നത്തെ വീഡിയോകളിലെല്ലാം തെളിയിച്ചിട്ടുണ്ട് അല്ലേ? എല്ലാം മൊത്തം മാന്യമായ വില തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യത്തോടെ സ്കിപ്പ് ചെയ്യാതെ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിട്ടുപോകരുത്. ഓക്കെ, വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്കൊരു മഹീന്ദ്ര താർലങ് തുടങ്ങാം. KL60 രജിസ്ട്രേഷനാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത് ഷമീർക്ക? റോഡിലിറങ്ങിയിട്ട് വെറും 6 മാസം മാത്രം പഴക്കമുള്ള. ഓക്കെ, ഞാൻ പെട്ടെന്ന് റോക്സാണെന്ന് വിചാരിച്ചു. വെറും 12,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2024 മോഡല്, സിംഗിൾ ഓണർഷിപ്പ് താറ്, 2 വീലില് ഹാർഡ് ടോപ്പില്, മാനുവൽ ഡീസൽ. 2 വീൽ ഹാർഡ് ടോപ്പ് മാനുവൽ ആണ്. ഓട്ടത്തിന് പറഞ്ഞാൽ 12,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്നുണ്ടാവും അല്ലേ? ഫുള്ളി വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടി. 26 വരെ ഉണ്ടാവില്ലേ വാറണ്ടി? ഉണ്ടാവും. ഓക്കെ, ലോ കിലോമീറ്റർ, ഷോറൂം കണ്ടീഷൻ വാഹനം, 2 വീൽ ഓട്ടോമാറ്റിക് പെട്രോൾ വണ്ടിയാണ്. അപ്പോൾ ഡീസൽ മാനുവൽ. അപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു സെഗ്മെന്റ് നോക്കുന്നുണ്ടെങ്കിൽ അല്ലേ, റോക്സിലേക്ക് പോകാണ്ട് ഈ താറ് ഇഷ്ടപ്പെടുന്ന പലരും കൂടുതൽ ഇപ്പം വണ്ടികൾ ഇറങ്ങുന്നത് ഷോറൂമിൽ താറിന്റെ 2 ഡോറാണ് കൂടുതൽ, 3 ഡോർ വണ്ടി. ഓക്കെ, അപ്പോൾ ലോ കിലോമീറ്റർ ഓടിയ ഒരു വണ്ടിയാണ്. താല്പര്യം കോൺടാക്ട് ചെയ്യുക. സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കുകയാണ്. നമുക്കിത് എത്ര കൊടുക്കാൻ പറ്റും? നമുക്ക് നെറ്റായിട്ട് 14 ലക്ഷം രൂപ കൊടുക്കാം. 14 ലക്ഷം. ഇതിപ്പോൾ ഇവനാണ് കമന്റ് വരാൻ ചാൻസ്. നമ്മൾ മുന്നേ ചെയ്തൊരു വീഡിയോയിൽ കമന്റ് വന്നത് താർമലാണ്, റോക്സിന് ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ആളുകൾ മാറി. ഇപ്പോൾ ആ സമയത്ത് താർ സത്യം കിട്ടണ ഒരു 10 താർ ഒന്നിച്ചെടുത്ത് വെക്കാൻ ഞാൻ റെഡിയാണ്. കാരണം എൻ്റെ അടുത്ത് ഒരു 10 പേരെ അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, താർ വന്നാൽ വിളിക്കണം. ഓട്ടോമാറ്റിക് താറിന് ഒരുപാട് എൻക്വയറി ഇവിടെ ഉണ്ട്. ഇത് തന്നെ ഇപ്പം വന്നതേ ഉള്ളൂ. നമ്മളിപ്പം തന്നെ കസ്റ്റമർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, വില പറഞ്ഞുകൊണ്ടിരിക്കും. ലോൺ കൊടുത്ത പാർട്ടിയുണ്ട്, വില എത്തിയതേ ഉള്ളൂ. നല്ല ഡിമാൻഡ് ഉണ്ട് താറിന്. ഇപ്പം നല്ല ഡിമാൻഡാണ്. കഴിഞ്ഞ ഒരു 6 മാസത്തിന് ഇങ്ങോട്ട് വില പിന്നീട് ഒരു മാർക്കറ്റിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 1 lakh above മാർക്കറ്റ് കൂടിയ പോലെ. കാരണം നമ്മൾ അന്ന് വീഡിയോ ചോദിച്ച ആ റേറ്റില്ലേ, അതിനും കൂടിയ റേറ്റിനാണ് എൻ്റെ സുഹൃത്ത് മെഞ്ഞാന്ന് വണ്ടി കൊടുത്തത്. 16 ലക്ഷം രൂപക്കാണ് 2021 വണ്ടി വെച്ചത്. നമ്മളന്ന് 15,60 ചോദിച്ചായിരുന്നു വില കൂടുതൽ പറഞ്ഞത്. പക്ഷെ അതിന്റെ മാർക്കറ്റ് റോക്സിനെ വില ഇപ്പൊ 30 ലക്ഷം റുപ്യാണ് പുതിയ ഫുൾ ഓപ്ഷൻ റോക്സിന് വരുന്നത്. അപ്പൊ പ്രൈസ് ആളുകളന്ന് ധാരണ എന്താ വെച്ചാൽ റോക്സിന് 15 ലക്ഷം അങ്ങനെയായിരുന്നു കമന്റ്. ഇപ്പൊ ആളുകൾ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് റോക്സ് ഫുൾ ഓപ്ഷൻ വണ്ടിക്ക് ഇപ്പം 30 ലക്ഷം റുപ്യ അറൗണ്ട് വരാതെ മനസ്സിലായപ്പോൾ ഇതിന്റെ വില ഒന്ന് ഹൈപ്പ് ആയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ മാക്സിമം എന്തായാലും ലോൺ സൗകര്യം ലഭിക്കുന്നുണ്ട്. അണ്ടർ വാറണ്ടി ലഭിക്കുന്ന ഒരു ഓട്ടോമാറ്റിക് ഡീസൽ 2 വീൽ ഓട്ടോമാറ്റിക് കാർ കൊണ്ടുപോകാം. അടുത്തത് നെക്സോണിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് EV ആണ് അല്ലേ? KL11 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽസ് ശ്രമിക്കാം? ഇതും ഇറങ്ങിയിട്ട് വെറും 2 മാസം മാത്രം പഴക്കം. 2000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. നെക്സോണിന്റെ ലേറ്റസ്റ്റ് വെർഷൻ EVയുടെ എംപവേർഡ് നിറവേറ്റുണ്ട്.
എംപവേർഡ് എന്ന് പറഞ്ഞാൽ പവർ കൂടുതലാണ്. പിന്നെ റേഞ്ച് വന്നിട്ട് 480 ആണ് കമ്പനി പറയുന്നത്. ഫിസിക്കലി ഇത് നമുക്ക് 420 അടുത്ത് കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 420 ഫുൾ ചാർജിൽ ഉപയോഗിച്ചവരുടെ റിവ്യൂ ആണ്. അതിന്റെ വില നമ്മളൊന്നും പറയില്ല. ഇത് നിങ്ങൾ ആരെങ്കിലും പേഴ്സണലി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കമന്റ്സിൽ ഒന്ന് രേഖപ്പെടുത്തുക, അത്രേ ഉള്ളൂ. ഈ ഒരു ഓപ്ഷൻ തന്നെയല്ലേ വരുന്നത്? ഈ ഒരു ഓപ്ഷനിലാണ്. ഈ ഓപ്ഷനിൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് 360 ക്യാമറ വരുന്നുണ്ട്, പനോറമിക് സൺറൂഫ് വരുന്നുണ്ട്, സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ സീറ്റിന്റെ ഉള്ളിലെ പാറ്റേൺ റെഡ് ഡിസൈനിലുള്ള ന്യൂ പാറ്റേൺ ആണ്. ചെറിയ ചെറിയ ഒരുപാട് മാറ്റങ്ങളുണ്ട്. പവർ കൂടുതലാണ്, ഒരുപാട് മാറ്റങ്ങളുണ്ട്. ലേറ്റസ്റ്റ് വേർഷൻ 2024 ലാസ്റ്റിൽ ഇറങ്ങിയിട്ട് 2.5 മാസമായിട്ടുണ്ട്. 2.5 മാസം പഴക്കം മാത്രമേ ഉള്ളൂ ഈ ഒരു വാഹനത്തിന്. അപ്പൊ കമ്പനി വാറണ്ടി എന്തായാലും 2 ഇയർ ഒന്നും പുതിയ വണ്ടി 3 ഇയർ 8 വർഷം ബാറ്ററി വാറണ്ടി എല്ലാം വരും. ബാറ്ററി വാറണ്ടി എല്ലാം കൊടുക്കുന്നുണ്ട്. ഓക്കെ, പുതിയ വണ്ടി എടുക്കുന്ന ഫീലിംഗിൽ എടുക്കാൻ പറ്റുന്ന, സുഖമായിട്ട് എടുക്കാൻ പറ്റും. അതായത് പുതിയ വണ്ടി നിങ്ങൾ അതുമല്ല, ഈ വണ്ടിയൊക്കെ പൈസ അടച്ചിട്ട് പുള്ളി 4 മാസം വെയിറ്റ് ചെയ്തിട്ട് കിട്ടിയ വണ്ടിയാണ്. കാരണം എനിക്ക് തോന്നുന്നു കോഴിക്കോട് ആദ്യത്തെ വണ്ടിയത്. ഓക്കെ, അപ്പൊ ഇതിനിപ്പോൾ ആദ്യം കമന്റ് വരാൻ സാധ്യത എന്ന് വെച്ചാൽ എന്തുകൊണ്ട് പുള്ളി ഇത് വിറ്റു, 2 മാസം കൊണ്ട് എടുത്തിട്ട് പുള്ളി എന്തുകൊണ്ട് വിറ്റു എന്നുള്ള ചോദ്യം. അത് ഒരു പേഴ്സണൽ റീസൺ ആണ്. പേഴ്സണൽ റീസൺ ഓരോരുത്തർ ഓരോ താല്പര്യം. വണ്ടി എടുത്തു നോക്കും, വണ്ടി എടുത്തു നോക്കിയിട്ട് ചിലപ്പോൾ ആ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ടാവില്ല. ഓരോരുത്തർക്ക് ഓരോ പെർസ്പെക്റ്റീവ് ആണല്ലോ ഓരോ വണ്ടി എടുക്കാന്ന് വെച്ചാൽ, അതിൻ്റെ ഇതുകൊണ്ട് വിൽക്കുന്നതായിരിക്കും, അല്ലാണ്ട് വേറൊന്നുമല്ല. ഓക്കെ, എന്തായാലും പുതിയൊരു വാഹനം നോക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ വില കേട്ടിട്ട് നമുക്കൊന്ന്. അതെ, ഇത് നമ്മൾ വന്നിട്ട് ഇതിന് പുതിയ വണ്ടിക്ക് വരുന്നത് അറൗണ്ട് 19 lakhs ആണ് ഇപ്പോൾ വില വരുന്നത്. 1870 ആണ് വില വന്നിരിക്കുന്നത് വില വരുന്നത്. പിന്നെ നമ്മളെ വില വന്നിട്ട് 16 ലക്ഷം രൂപയ്ക്ക് നെറ്റായിട്ട് കൊടുക്കാം. 16 ലക്ഷത്തിന് വെറും 2000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 2 മാസം പഴക്കമുള്ള വണ്ടി. ഇതിന്റെ ബാറ്ററി വാറണ്ടി എത്ര കൊടുക്കുന്നത്? 8 വർഷമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 8 വർഷം. ഓക്കെ, മോട്ടോർ വാറണ്ടി എത്ര കിലോമീറ്റർ ഒക്കെ എന്തെങ്കിലും കൊണ്ടുപോകാം? കിലോമീറ്റർ എനിക്ക് തോന്നുന്നത് 150 അങ്ങനെ തോന്നുന്നു. എനിക്ക് 1.5 ലക്ഷം. അപ്പോൾ വെറും 2000 മാത്രമേ ഓടിയിട്ടുള്ളൂ. പുതിയ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ അതിനൊന്ന് ഏകദേശം 3 ലക്ഷം രൂപയുടെ മാറ്റം വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, ലോൺ സൗകര്യം കിട്ടുമല്ലോ? അറൗണ്ട് ഞാൻ പറഞ്ഞ 95% അറൗണ്ട് ലോൺ കിട്ടും. താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോ. നല്ല റേഞ്ചാണ്. കുത്തിയിട്ട് കഴിഞ്ഞാൽ വേറെ പെട്രോൾ ഡീസൽ അതെ കളയണ്ട. ഓക്കെ, അടുത്ത വണ്ടി. അടുത്തതാ വെൻഡോ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഒരു ഗിവ് അവേ കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അതേ സെയിം കളറാണല്ലേ? അത് ഓട്ടോമാറ്റിക് ആയിരുന്നു, ഇത് മാനുവൽ ആണ്. അതെ, ഇത് KL 11 രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയാണ് കാര്യങ്ങൾ? 2022 മോഡല് വോക്സ്വാഗൺ വെൻഡോ ഹൈലൈൻ പെട്രോൾ മാനുവൽ. ഹൈലൈൻ പെട്രോൾ മാനുവൽ 2022 വെൻഡോ. ഓക്കെ, എത്ര ഓട്ടം പോയി? വെറും 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മോഡലും ഓട്ടോ സെയിം ആണ്. ഓക്കെ, ആയിക്കോട്ടെ. ഓട്ടോ കുറഞ്ഞ ആളെടുത്ത് കിട്ടിയാൽ ചിലപ്പോൾ കുറേ കാലത്തേക്ക് 22,000 തന്നെ നിൽക്കും അല്ലേ? ഓക്കെ, ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒരു ക്ലെയിമും ഇല്ല. ഓക്കെ, ഫുൾ സർവീസ് ഹിസ്റ്ററി, കമ്പനി സർവീസ് ഹിസ്റ്ററി ഉണ്ടല്ലോ. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ്. മാനുവൽ പെട്രോൾ വെൻഡോ ആണ്. ഒരു 11-14 അറൗണ്ട് 13 റേഞ്ച് മൈലേജ് പ്രതീക്ഷിക്കാം ഏകദേശം. മാനുവലാണ്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ എത്ര കൊടുക്കും? നമ്മളെ പ്രൈസ് വന്നിട്ട് 8,50,000 രൂപ. ടോപ്പിൻ്റെ ഹൈലൈനാ? ഹൈലൈൻ. ഓക്കെ, അതെ. 8,50,000 2022 വെറും 22,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ മാനുവൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വെൻഡോ കൊണ്ടുപോകാം. ഡ്രൈവിംഗ് കംഫർട്ട്, സേഫ്റ്റി എല്ലാം ഉള്ളൊരു വണ്ടിയാണ്. ഓക്കെ, ലോൺ ഒരു 8 ലക്ഷം വരെ ഈസി ആയിട്ട് കൊടുക്കാം. 8 ലക്ഷം വരെ കിട്ടും. ഓക്കെ, വേറെ ഒന്നും ചെയ്യാനില്ല. പെട്രോൾ ആയതുകൊണ്ട് പൊതുവെ മെയിൻ്റനൻസും വളരെ കമ്മിയായിരിക്കും അല്ല. അടുത്തൊരു സെൽട്ടോസ് വന്നിരിക്കുകയാണ്. കിയ സെൽട്ടോസ് KL 1 തിരുവനന്തപുരം വണ്ടിയാണ്. എങ്ങനെയാ? 2023 മോഡല്, ലേറ്റസ്റ്റ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ലേറ്റസ്റ്റ് മോഡല് സെൽട്ടോസ്. ഓക്കെ, പാനോറമിക് സൺറൂഫും മൊത്തം ഷേപ്പ് മാറിയ ന്യൂ ഷേപ്പ് അല്ലേ? ഓക്കെ, 2023 മോഡല്. ഓക്കെ, ഏതാ മാസം? 7 മാസം അറിയാം. ഓക്കെ, അതെ. എത്ര 4 വർഷം കിയ കൊടുക്കുന്നത് ഇപ്പോൾ വാറണ്ടി? 3 വർഷം എന്തായാലും ഉണ്ട്. 4 ഉണ്ടോ എന്ന് എനിക്കറിയില്ല, കൂട്ടിയിട്ടൊന്നും അറിയില്ല. സോറി, 3 വർഷം എന്തായാലും ഉണ്ട്. അപ്പോൾ 26-7 മാസം വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഏതാ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ? ഏറ്റവും ടോപ്പിൽ വരുന്നത് GT ലൈൻ ഓട്ടോമാറ്റിക് വരുന്ന ഡീസൽ വാഗൺ. GT ലൈൻ ഓട്ടോമാറ്റിക് ഡീസൽ വണ്ടിയാണ്. ഓക്കെ, എന്താ പറയുക, സീറ്റ് വെന്റിലേഷനും അങ്ങനത്തെ ഒരുമാതിരി എല്ലാം വരുന്ന ടോപ്പിൻ്റെ വരുന്നത് വണ്ടിയാണ്. എത്ര ഓട്ടം പോയി ഇപ്പോൾ? വെറും 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 20,000. ഓക്കെ, ഡീസലാണ്. മൈലേജും ഉണ്ടാവും അല്ലേ? എത്ര? ഒരു 18 കിലോമീറ്റർ അറൗണ്ട് മൈലേജ്. 18. AT അല്ലേ ഗിയർ ബോക്സ് വരുന്നത്? AT തന്നെയാണ്. ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നും സംഭവിച്ചില്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ, എത്ര കൊടുക്കുക ഇത്? നമ്മൾ 20,40,000 രൂപ കൊടുക്കും. 20,40,000 2023 GT ലൈൻ ടോപ്പ് എൻഡ് സെൽട്ടോസ് ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഏറ്റവും ന്യൂ ഷേപ്പാണ്. അണ്ടർ വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഇത് പുതിയ ഏകദേശം എത്ര വരുന്നുണ്ട്?
പുതിയതിന് 25 ലക്ഷം രൂപ എടുത്തിട്ടുണ്ട്. ചെറിയ ഓഫർ വെച്ചപ്പോൾ 24 ആ റേഞ്ചിൽ വരുന്നത്. 24 ആ റേഞ്ചിൽ. അപ്പോൾ അത്രയും മാറ്റം വന്നു കഴിഞ്ഞു. താല്പര്യമുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. മൈലേജ് ലഭിക്കുന്ന ഒരു വണ്ടിയാണ്. മാക്സിമം ലോൺ കിട്ടുമല്ലോ? 20 ലക്ഷം എന്തായാലും കിട്ടും. 20 വരെ കിട്ടുന്നുണ്ട്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതും ഒരു സെയിം സെൽട്ടോസ് ആണ്. നമ്മൾ നേരത്തെ കണ്ട അതേ ഇതല്ലേ, അതേ കാറ്റഗറി GT ലൈൻ തന്നെ. 2023 മോഡൽ 7ാം മാസം അല്ലേ? അതേപോലത്തെ 3 വണ്ടികൾ നമ്മളെ കയ്യിലുണ്ട്. ഇത് ഡീസൽ ഓട്ടോമാറ്റിക്, ഡീസൽ സെയിം വേരിയന്റ് ആണ്. ഡീസലാണ്, ഓട്ടോമാറ്റിക് ആണ്, സെയിം ഓപ്ഷൻ ആണ്. മാറ്റം കളർ മാറ്റമുണ്ട്, ചെറിയ കിലോമീറ്റർ വ്യത്യാസമുണ്ട്. 28,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടത് 20,000 ഓടിയിട്ടുണ്ടായിരുന്നു. 28,000 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കുകയാണ്. എല്ലാം സെയിം, ഡീസൽ മൈലേജ് എല്ലാം സെയിം. വേറെ ഒന്നും പറയണ്ട, കളർ വ്യത്യാസമുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ, വേറൊരു മാറ്റമില്ല. കമ്പനി വാറണ്ടി ഒന്നുണ്ട്. എത്ര കൊടുക്കാം? ഇത് സെയിം റേറ്റാ? ഒരു 10,000 രൂപ കുറച്ച് 28 ഓടിയിട്ടില്ലേ? 20,30,000 രൂപ. 20,30,000. മറ്റേ 20,40,000 ഇത് 20,30,000. അവർ ഓട്ടത്തിന്റെ കുറവ് തന്നിട്ടുണ്ട്. 20 ലക്ഷം വരെ ലോൺ കിട്ടും അല്ലേ? 30,000 ഒക്കെ കണ്ടാൽ ഇറക്കാൻ പറ്റുന്ന ഒരു വണ്ടി. അടുത്തതും സെൽട്ടോസ് തന്നെ. സെയിം ലുക്ക്, സെയിം മോഡല്, സെയിം മാസം, എല്ലാം സെയിം ആണ് അല്ലേ? 2023 7ാം മാസം തന്നെ. പക്ഷേ ഓപ്ഷൻ കുറവാണ്. ഇത് ഒറ്റ ഓപ്ഷൻ താഴത്താണ്. ഫ്യൂവൽ മാറിയിട്ടുണ്ട്, പെട്രോളാണ്. പെട്രോളായി മാനുവലാ? ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് തന്നെയാണ്. എക്സ്പ്ലസിൽ ഓട്ടോമാറ്റിക് IVT ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ്. ഇതിന്റെ ഓട്ടോ എത്ര പോയി? ഇതും 22,000 കിലോമീറ്റർ. എല്ലാ റേഞ്ചിലും റേഞ്ച് ഇതിൽ 360 ഉണ്ടാവില്ല, സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല, ബാക്കി ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് ഉണ്ടാവും. എല്ലാം ഉണ്ടാവും. 4 എയർ ബാഗ് വരുന്നുണ്ട്. 4 എയർ ബാഗ് എല്ലാം വരുന്നുണ്ട്. ഒന്നുമില്ലല്ലോ, ക്ലെയിമോ കാര്യമോ? ഒന്നുമില്ല. അപ്പോൾ ഇതിന്റെ പ്രൈസിങ് എങ്ങനെയാ? നമുക്ക് നെറ്റ് 17,90,000. 17,90,000 ഈ ഒരു പെട്രോൾ ഓട്ടോമാറ്റിക് HTX IVT ഗിയർ ബോക്സ് വരുന്ന വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോയി. 22,000 കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടി തന്നെ. ടോപ്പിലേക്ക് പോകുമ്പോൾ ആകെ സീറ്റ് വെന്റിലേഷൻ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. ഓക്കെ, ഇതിലും ഒരു 70 ലാക്ക് അറൗണ്ട് 70 ലാക്സ് ലോൺ കിട്ടും. ഓക്കെ, ഇതിന്റെ മൈലേജ് കൂടെ പറഞ്ഞു കൊടുത്തത്? മറ്റേ ഡീസൽ ആയിരുന്നു. 13ന്റെ ചോട ഉണ്ടാവുള്ളൂ. 13ന്റെ ചോട. ഓക്കെ, ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു ഹെവി SUV ആണ്. ഫോഴ്സ് കൂർക്ക. എന്താ പറയാ, 4x4. 4x4 4 വീൽ ഡ്രൈവ് ആണ്. പക്ഷേ 4 ടെറൈൻസിൽ ഓടിക്കാൻ പറ്റും. അതാണ് ×4 കൂടെ വന്നത്. എങ്ങനെയാണ് ഇത് കാര്യങ്ങൾ? 2021 മോഡല്, സെക്കൻഡ് ഓണർ, കൂർക്ക. വെറും 17,000 കിലോമീറ്റർ ഓടിയ ലോ കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പിൽ. സെക്കൻഡ് 2021 ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ചെയ്തിട്ടുണ്ട്. കരിയർ ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, കൂടുതലൊന്നും പറയാനില്ല. ഈ വണ്ടിയുടെ എന്തിനാ ഈ ഒരു പർപ്പസ് എന്ന് എല്ലാവർക്കും അറിയാം. നമ്മളത് പറഞ്ഞു നീട്ടിക്കൊണ്ടുപോകണ്ട. അങ്ങനത്തെ പർപ്പസ് ഉള്ള ആളുകളുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിക്കാം. എത്ര കൊടുക്കാൻ പറ്റുന്നത്? നമ്മൾ ആസ്ക് ചെയ്തത് 12,50,000. 12,50,000. 12.5 ലക്ഷത്തിന് 2021 സെക്കൻഡ് ഓണർഷിപ്പ്, 17,000 കിലോമീറ്റർ ഓടിയ കൂർക്ക കൊണ്ടുപോകാം. ഒരു 11.5 ലോൺ കിട്ടും. അതിന്റെ മുകളിൽ കിട്ടും സാധ്യത. 20 ലക്ഷത്തിന്റെ മുകളിൽ വരുന്നില്ലേ? ഉണ്ട് അല്ലേ? ഓക്കെ, 12 വരെ ചാൻസ് ഉണ്ടാവും അല്ലേ? അങ്ങനെയാണ് 19,000 രൂപ ഉണ്ടാവും ഇറക്കി കൊണ്ടുപോകും. ഓക്കെ, ഇതിന്റെ വാറണ്ടി എക്സ്റ്റൻഷൻ അങ്ങനെ ഉണ്ടോ? കഴിഞ്ഞ 2021 വാറണ്ടി നമുക്ക് വേണം കൊടുക്കാൻ പറ്റും. വാറണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ഒരു പ്രീമിയം സെഡാൻ ഓഡി A4 ആണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2013 മോഡല് A4 പ്രീമിയം പ്ലസ് S ലൈൻ ടോപ്പ് ആൻഡ് വേരിയന്റ്. ഏറ്റവും ടോപ്പാണ്. 2013. അതെ, ഡീസൽ വേരിയന്റ് ആണ്. ഒരു 17 വാണ്ടൊക്കെ മൈലേജ് കിട്ടുന്ന സെഡാനിൽ പ്രീമിയം സാധനമാണ് A4. ഒരു 17 കിട്ടുമല്ലോ? ഒരു 16-17 കിട്ടും. ഓക്കെ, ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഓട്ടോ എത്രയാ? കിലോമീറ്റർ അറൗണ്ട് 70,000. 70,000 ഏകദേശം. കിലോ ഓണർഷിപ്പ് 3 ആയിട്ടുണ്ട്. ബാക്കി എല്ലാ വണ്ടി പെർഫെക്റ്റ് ആണ്. സർവീസ് ഹിസ്റ്ററി വണ്ടി ഹിസ്റ്ററി ഉണ്ട്. റീ വണ്ടി അല്ല, കേരള വണ്ടി മാത്രമേ ഉള്ളൂ. എത്ര കൊടുക്കാം? നമുക്ക് 11,95,000 രൂപ കൊടുക്കാം. 11,95,000 ഒറിജിനൽ കേരള പ്രീമിയം പ്ലസ് 2013 ഏറ്റവും ടോപ്പ് S ലൈൻ വാഹനം നിങ്ങൾക്ക്. പ്രീമിയം പ്ലസ് അല്ല, S ലൈൻ അല്ല. റീപ്ലേസ്മെന്റോ ആക്സിഡന്റോ ഒന്നും ഇല്ലാത്ത വണ്ടി. ഓക്കെ, ഏറ്റവും ടോപ്പിന്റെ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 10 ലക്ഷം വരെ നല്ല ട്രാക്കുള്ള കസ്റ്റമർക്ക് ലോണും കിട്ടും. നമ്മളെല്ലാ കാറ്റഗറിയും കാണിച്ചു. ഇനി ഒരു 7 സീറ്ററും വന്നിരിക്കുകയാണ്. ഇന്നോവ ക്രിസ്റ്റയാണ്. എങ്ങനെയാണ് ഇത് കാര്യങ്ങൾ? 2021 മോഡൽ ഇന്നോവ ക്രിസ്റ്റ 2.4 G4 മാനുവൽ. 21 G4 മാനുവൽ ആണ്. ഓക്കെ, അത്യാവശ്യം ഒരു 12 മൈലേജ് കിട്ടൂലേ? മൈലേജ് 12 മുകളിൽ കിട്ടും. ഓക്കെ, മാനുവൽ അല്ല. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒരു ക്ലെയിമും ഇല്ല.
സെക്കൻഡ് ഓണറാണ്, കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ്. 42,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 42,000 ഒരു അടിപൊളി കളറാണ്. പക്ഷേ ഇതിപ്പോ പോളിഷ് ചെയ്തിട്ടൊന്നും വെച്ചല്ല, ജസ്റ്റ് സ്റ്റോക്ക് വണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ലുക്ക് ആവും. ഡെലിവറി കൊടുക്കുമ്പോൾ അതെല്ലാം ചെയ്ത് RFL ചെയ്ത് കൊടുക്കും. അതെ, അങ്ങനത്തെ ഒരു ലുക്കാണ് വണ്ടി. ഇതിപ്പോ നമുക്ക് എത്ര കൊടുക്കാം? നമുക്ക് 21,50,000 രൂപ. 2021 G4 അല്ലേ? 21.5 ലക്ഷമാണ്. 21,50,000 രൂപയ്ക്ക് ഒരു വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. 21 കിട്ടുമോ അല്ലേ? 20 lakh അറൗണ്ട് ലോൺ കിട്ടും. 20 ഒരു 1.5 ലക്ഷം കാണും അല്ലേ? വെറുതെ ഇല്ലാണ്ട് ഇത് കൊണ്ടുപോയി അല്ലേ? അങ്ങനെ ഉണ്ടല്ലോ. ഓക്കെ, വേറെ വർക്കൊന്നുമില്ല അല്ലേ? ഒന്നുമില്ല, അത് നമുക്ക് പോളിഷ് ചെയ്ത് കൊടുക്കാറുണ്ട്, അത് ചെയ്ത് കൊടുക്കാം, ഡീറ്റെയിലിംഗ് ചെയ്ത് കൊടുക്കാം. അടുത്തത് ടൊയോട്ട ഹൈറൈഡർ ആണ് വാഹനം. KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2023 മോഡല് ഹൈറൈഡറിന്റെ ടോപ്പ് എൻഡ് വേരിയന്റ് ആയ ഫുള്ളി ഹൈബ്രിഡിൽ വരുന്ന V എന്ന് പറഞ്ഞ വേരിയന്റ്. ഫുൾ ഹൈബ്രിഡ് ആണ്. ഫുൾ ഹൈബ്രിഡ് Vയിൽ തന്നെ ടോപ്പ് എൻഡ് വരുന്നുണ്ട്. ഡ്യുവൽ ടോൺ ആണ് വരുന്നത്. ഓക്കെ, ഡ്യുവൽ ടോൺ ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. ടോപ്പ് എൻഡ് വരുന്ന ഓട്ടോമാറ്റിക് വരുന്ന ഹൈബ്രിഡ് വരുന്ന വെഹിക്കിൾ. എത്ര ഓട്ടം പോയത്? കിലോമീറ്റർ 59,000 ഓടിയിട്ടുണ്ട്. കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി. അതിന്റെ മൈലേജും കൂടെ ഒന്ന് പറഞ്ഞു. മൈലേജ് 25 ആൾക്കാർ പറഞ്ഞിട്ട്, എന്നാലും 22 റേഞ്ചിൽ കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 22 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ട്. ഫുൾ ഹൈബ്രിഡ് ആണ്. ഇതിൽ തന്നെ സെമി വരുന്നുണ്ടോ? സെമി ഹൈബ്രിഡ് വരുന്നുണ്ട്. അതിന് സ്മാർട്ടിന് വില കുറയും അല്ലേ? അത്രയും വ്യത്യാസം ഉണ്ടാവും. ബുക്കിംഗും ഇല്ല. ഇത് വന്നിട്ട് ആദ്യം ഒരു 1.5 വർഷം വരെ ബുക്കിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോഴും 6 മാസം ബുക്കിംഗ് ഉള്ള വണ്ടിയാണ്. വെയിറ്റിംഗ് പീരീഡ് ആണ്. മുമ്പ് ആ റേറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റില് ഒരു വർഷം മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു 1000 കിലോമീറ്റർ വണ്ടിയിലാണ്. വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ക്ലെയിം ഒന്നുമില്ല. കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്. ഇതിപ്പോ എത്ര കൊടുക്കാം? ഇത് പുതിയ വണ്ടിക്ക് ഇപ്പൊ ഞാൻ കമ്പനിയിൽ വിളിച്ചു ചോദിച്ചപ്പോൾ 26,40,000 രൂപ പറഞ്ഞു. അതിൽ 15,000 രൂപ ഓഫർ ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചത് ഇപ്പം 26 മോളിലാണ്. 26 ആണ് ഇപ്പോൾ ഡ്യുവൽ ടോൺ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റിന്. ഇതിന്റെ ഇടയ്ക്ക് കഴിഞ്ഞ ഒരു ഡിസംബറിൽ അവർ ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ വില ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെ വില വന്നിട്ട് 20,40,000 രൂപ. ഏകദേശം 6 ലക്ഷം രൂപയുടെ മാറ്റം വന്നു കഴിഞ്ഞു. ഡിമാൻഡുള്ള, ബുക്കിംഗ് ഉള്ള, മൈലേജ് ഉള്ള, അഭിപ്രായമുള്ള വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് എൻഡും ആണ്, ഡ്യുവൽ ടോണും ആണ്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വിളിച്ചോളൂ. അത്ര തന്നെ ഏകദേശം നമുക്ക് ലോൺ കയറ്റി കൊടുക്കാം. മാക്സിമം ലോണും കയറ്റി. ഓക്കെ, വാറണ്ടി ഉണ്ടാവില്ല? 26 വരെ വാറണ്ടി ഉണ്ടാവും. വാറണ്ടി ഉണ്ട്. അടുത്തതാ അർബൻ ക്രൂസറാണ്. KL 13 നേരത്തെ ഹൈറൈഡർ കണ്ടു, അതിന്റെ മുന്നത്തെ മോഡലാണ്. എങ്ങനെയാ കാര്യങ്ങൾ? ഇത് 2021 മോഡല് അർബൻ ക്രൂസറിന്റെ മിഡ് എന്ന വേരിയന്റിൽ ഓട്ടോമാറ്റിക് വരുന്നത്. മിഡ് എന്ന് പറഞ്ഞ വേരിയന്റ് ഓട്ടോമാറ്റിക് ആണ്. 21 എത്ര ഓടി? കിലോമീറ്റർ 70,000 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ ആണ്, കറക്റ്റ് സർവീസ് ആണ്, ഫുള്ളി മെയിൻ കമ്പനി സർവീസ്. ഓക്കെ, ക്ലെയിം ഒന്നുമില്ല അല്ലേ? ഓക്കെ, ഇത് എത്ര കൊടുക്കാം? നമുക്ക് 8,40,000 രൂപ. 8,40,000 ഒരു 7.5 ലോൺ കിട്ടും. ലോൺ കൊടുക്കാം, ഷുവറായിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വണ്ടി ഓട്ടോമാറ്റിക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. അടുത്ത വണ്ടി നെക്സോണിൻ്റെ ഒരു EV കൂടെ വന്നിരിക്കുകയാണ്. പഴയ നമ്മൾ നേരത്തെ കണ്ട തൊട്ട് മുന്നേയുള്ള ഷേപ്പാണ്. KL 2 എങ്ങനെയാ? 2022 മോഡല് നെക്സോൺ EV പ്രൈം എന്ന് പറഞ്ഞ മോഡല്. പ്രൈം 250 കിലോമീറ്റർ പറയുന്നത് മൈലേജ്. 200 കിട്ടുന്നുണ്ട് ഫിസിക്കലി. അതെ, കിലോമീറ്റർ 87,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുള്ളി കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. പിന്നെ പ്രൈസ് വന്നിട്ട് നമുക്ക് ഒരു നെക്സോൺ EV ഒരു അട്രാക്റ്റീവ് പ്രൈസിൽ കൊടുക്കാം. എത്ര കൊടുക്കാൻ പറ്റും? നമുക്ക് വെറും 8,90,000 രൂപ. 8,90,000 2022 പ്രൈം നെക്സോൺ EV 8,92 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു ക്ലെയിമോ കാര്യം ഒന്നുമില്ല അല്ലേ? ഇതിൽ സൺറൂഫ് വരാത്ത മോഡലാണ്. സൺറൂഫ് വരാത്ത അല്ലേ? ഓക്കെ, അത്ര തന്നെ ലോണും കൊടുക്കാം നമുക്ക്. ഏകദേശം ഫുൾ ലോൺ ലോണും കയറും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്രോൾ അടിച്ച് മുടിയേണ്ട, താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇത് കൊണ്ടുപോകണം. ഒരു EV കൂടി കാണിക്കും നമുക്ക്. അതെ, അടുത്തതാ 21 രജിസ്ട്രേഷൻ KL 21 നെടുമങ്ങാട് ടിഗോർ അല്ലേ? ടിഗോർ EV 2022 മോഡല് ടാറ്റ ടിഗോറിന്റെ EV. കിലോമീറ്റർ 42,000 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ, കറക്റ്റ് സർവീസ് ഉണ്ട്, ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. XM ആണ് ഓപ്ഷൻ. അതെ. ഓക്കെ, എത്ര കൊടുക്കാം? നമുക്ക് 7,45,000 രൂപ കൊടുക്കാം. 7,45 2022 ടിഗോർ EV ആണ്. ഓക്കെ, ലോണത്തിലായിട്ട് 7 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. ഓക്കെ, 45,000 കണ്ട ഈ ഒരു EV കൊണ്ടുപോകാം. അടുത്ത വണ്ടി ഇതൊരു വെറൈറ്റി കളർ സെൽട്ടോസ് KL 31. അതെ, സെക്കൻഡ് ഓണറാണ്. 2020 രജിസ്ട്രേഷൻ, 2019 മോഡല് ഡീസൽ സെൽറ്റോസ് HTK+ എന്ന വേരിയന്റ്. മിഡിൽ ഓപ്ഷൻ ആണ്, ഡീസൽ ആണ്, മാനുവൽ. അത്യാവശ്യം നല്ല മൈലേജ് ഒരു 18 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന, അതിന് മുകളിൽ കിട്ടുന്ന ഒരു SUV വൈകി. 19 മോഡലും 20 രജിസ്ട്രേഷൻ ഉണ്ട്. ഓണറാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ്. എത്ര കൊടുക്കാം? നമുക്ക് 9,90,000 രൂപ. 9,90,000 19 മോഡൽ 20 രജിസ്ട്രേഷൻ ഡീസൽ HTK+ സെൽട്ടോസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. വേറെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. 8 ലക്ഷത്തിന് മുകളിൽ ലോണും കിട്ടും. നല്ല മൈലേജ് ഉള്ള ഒരു വണ്ടി. അടുത്ത വണ്ടിയിൽ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് നിസാൻ മാഗ്നൈറ്റ് KL 55 തിരൂർ രജിസ്ട്രേഷൻ കിടക്കുന്ന വാഹനം. എങ്ങനെയാ? 2023 നിസാൻ മാഗ്നൈറ്റ് XV എന്ന് പറഞ്ഞ വേരിയന്റ്. കിലോമീറ്റർ ഓടിക്കുന്നതിന് വെറും 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മാനുവൽ. മാനുവൽ. ടർബോ ആണോ?
അതെ, നോൺ ടർബോ. 1 ലിറ്റർ എഞ്ചിൻ വരുന്ന വാഹനമാണ്, മാനുവൽ. ഓക്കെ, വേറെ ക്ലെയിമോ കാര്യമൊക്കെ ഒന്നുമില്ല, കറക്റ്റ് ഷോറൂം കണ്ടീഷൻ വണ്ടി. പുഷ് ബട്ടണൊക്കെ വരുന്നില്ലേ ഇതിൽ? പുഷ് ബട്ടൺ വരുന്നുണ്ട്. ടോപ്പനിലല്ലേ? ടോപ്പിന്റെ ഏറ്റവും ടോപ്പിന്റെ XUV പ്രീമിയം മോഡലാണ്. ഓക്കെ, അലോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1 ലിറ്റർ എഞ്ചിനാണ്, ഒരു 13-16 റേഞ്ച് പ്രതീക്ഷിക്കാൻ പറ്റിയ ഒരു വാഹനമാണ്. ഇത് നമുക്ക് എത്ര കൊടുക്കാം? നമുക്ക് 6,75,000 രൂപ കൊടുക്കാം. 6,75,000 XV അല്ലേ? ലോ കിലോമീറ്റർ വണ്ടി. ഓക്കെ, 6 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. ഓക്കെ, 75,000 രൂപയുടെ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. അത്യാവശ്യം നല്ല മൂവിംഗ് ഉള്ള ഒരു സെഗ്മെന്റ് ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഈ കാണിച്ച സ്റ്റോക്ക് മാത്രമല്ല, MG ഹെക്ടർ പ്ലസ് ഉണ്ട്, ഹെക്ടർ ഉണ്ട്, ആസ്റ്റർ ഉണ്ട്, അതേപോലെ ജീപ്പ് ഉണ്ട്, കോമ്പസ് ഉണ്ട്, പിന്നെ ഗ്ലോസ്റ്റർ ഉണ്ട്, വെറൈറ്റി ഉണ്ടല്ലോ. സിട്രോൺ ഉണ്ട്, പോളോ ഉണ്ട്, പിന്നെ ക്രിസ്റ്റ ഉണ്ട്, ഫോർച്യൂണർ ഉണ്ട്, എല്ലാം കൂടെ കാണിക്കാൻ പറ്റില്ല. Q3 ഉണ്ട്, F4 ഉണ്ട്, അതേപോലെ തന്നെ കൂപ്പർ ഉണ്ട്. ഒരുപാട് സെഗ്മെന്റ്സ് വണ്ടികളുണ്ട് നമ്മുടെ സ്റ്റോക്കിൽ. ഒരുപാട് വണ്ടികളുണ്ട്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് മുഴുവൻ കാണിക്കാൻ പറ്റില്ല. ഏത് വണ്ടികൾ വേണമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ, ഒന്ന് കാണാം, ഡീറ്റെയിൽസ് എല്ലാം പറയും. അത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചോളൂ. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ മാക്സിമം ഷെയർസ് പോട്ടെ, ലൈക്ക് വരട്ടെ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഫാമിലി 6 ലക്ഷം ആവാൻ പോവാണ്. നിങ്ങൾ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി അംഗമായാൽ പെട്ടെന്ന് തന്നെ അത് വലുതാവും അല്ലേ, 6 ലക്ഷത്തിലേക്ക് എത്തും. അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഷബീർ ഖാൻ, താങ്ക് യു. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.